ആലപ്പുഴയിലെ ജീവകാരുണ്യ സാമൂഹ്യ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ AR നൗഷാദ്. അത്താഴക്കൂട്ടം എന്ന പേരിൽ അദ്ദേഹം തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണ വിതരണം തുടങ്ങിയത് ആലപ്പുഴയിൽ എല്ലാവർക്കും അറിയാം. ഒരു ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ തെരുവിൽ അന്തിയുറങ്ങുന്ന ആളുകൾക്കും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കൊക്കെ വൈകുന്നേരത്തെ ഭക്ഷണം പൊതിഞ്ഞുകൊണ്ട് കൊടുക്കാൻ തുടങ്ങിയത്. അത് 4085 ദിവസം ഇന്ന് പൂർത്തിയാക്കുകയാണ്. ഈ ഭക്ഷണ വിതരണം തുടങ്ങിയിട്ട് 4085 ദിവസം. അത്താഴക്കൂട്ടം എന്ന പേരിൽ അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങിയിട്ട് അത്രയും ദിവസമാകുകയാണ്. അതുകൂടാതെ നിരവധി ക്യാൻസർ രോഗികൾക്ക് അദ്ദേഹം മരുന്നും മറ്റ് സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുണ്യ വീടുകളെന്ന പേരിൽ എല്ലാ മാസവും അശരണരായ വേറൊരു ഭക്ഷണത്തിന് ആരും പട്ടിണി കിടക്കരുതെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം പലചരക്ക് കിറ്റുകൾ എല്ലാ വീടുകളിലും എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം വർഷങ്ങളായിട്ട് തുടരുന്ന പ്രക്രിയയാണ്. അതിന് 9 വർഷമായിട്ട് വിദ്യാധനം എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ, ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ, പുസ്തകങ്ങൾ എല്ലാം അടങ്ങിയ ഒരു വലിയൊരു കിറ്റ് അത് ഒരു 50ഓളം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 9 വർഷമായിട്ട് തുടരുകയാണ്. ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ അത്താഴക്കൂട്ടത്തിലെ രക്ഷാധികാരിയായിരുന്ന പ്രൊഫസർ ഡോക്ടർ ജി ബാലേന്ദ്രൻ്റെ സ്മരണാർത്ഥമാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം ഈ അത്താഴക്കൂട്ടത്തിൻ്റെ നൗഷാദിനെ എപ്പോഴും ചേർത്ത് പിടിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പേരിലാണ് നൗഷാദ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ചെറിയൊരു പരിപാടി ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇത്തരം പരിപാടികൾ നിരവധി സംഘടിപ്പിക്കാറുണ്ട്. ഈ ഒരു പരിപാടിയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി നിങ്ങളോട് പറയാൻ ഒരു കാരണം, നൗഷാദ് ഏതാനും മാസങ്ങളായിട്ട് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കരളിൽ ക്യാൻസർ ബാധിച്ച് അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ രോഗത്തിന് പ്രതിവിധി കരൾ മാറ്റിവെക്കൽ മാത്രമാണ്. ഏകദേശം 50 ലക്ഷം രൂപയോളം വേണ്ടി വരുന്ന ഒരു ചികിത്സയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അദ്ദേഹം ഇപ്പോൾ എല്ലാ ആഴ്ചയിലും അമൃത ആശുപത്രിയിൽ പോയിട്ട് വയറിൽ നിന്നും ടാപ്പ് ചെയ്ത് വെള്ളം എടുത്ത് കളയുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാ ആഴ്ചയിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മരുന്നും ഗുളികളൊക്കെ ആയിട്ട് കഴിയും. ഇതിനൊരു ശാശ്വതമായ പ്രതിവിധി കരൾ മാറ്റിവെക്കണം. അത് ഭീമമായ തുകയാണ്. നൗഷാദ് കുടുംബം, ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് നൗഷാദ് താമസിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ആലപ്പുഴയിൽ എല്ലാവർക്കും നൗഷാദിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. പക്ഷേ അവിടെ നമുക്ക് ഇത് എടുത്തു പറയേണ്ടത്, നൗഷാദിൻ്റെ ഒരു ശാരീരിക അവസ്ഥയിൽ, ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ നൗഷാദ് ബെഡിൽ കിടന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു കണ്ടീഷനിലാണ് നൗഷാദിൻ്റെ ശരീരം ഇപ്പം മുന്നോട്ട് പോകുന്നത്. പക്ഷേ നൗഷാദ് അടങ്ങിയിരിക്കാൻ തയ്യാറാകാത്ത ഒരാളാണ്. അദ്ദേഹം ഈ ഒരു സമയത്തും ഈ ഒരു പ്രവൃത്തിയിലേക്ക് വന്നത് നമുക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് വേണ്ടി ആലപ്പുഴയിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ സഹപാഠികളും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് ഫണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഒരു വലിയൊരു തുകയിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് അദ്ദേഹം. അപ്പോൾ പലർക്കും തോന്നും ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ നാട്ടിലൊക്കെ പിരിവ് നടക്കുന്നു, ഈ ഒരു അവസ്ഥയിൽ നൗഷാദ് ഓടി നടക്കുന്നു എന്നൊരു ചിലപ്പോൾ അങ്ങനെ ഒരു അപവാദവും ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട്. പക്ഷേ അതിൽ നമുക്ക് സന്തോഷിക്കുക വേണ്ടത്. കാരണം നൗഷാദ് ഒരു രോഗശൈലിയിൽ ഒരു രോഗിയാണ്, ഞാനൊരു രോഗിയാണെന്നും പറഞ്ഞ് അടങ്ങി കിടക്കുന്നതിന് നല്ലത് എൻ്റെ ശരീരത്തിനെ തളർത്താം, എൻ്റെ മനസ്സിനെ തളർത്താനാവില്ല എന്ന് പറഞ്ഞ് നൗഷാദ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണേണ്ടത്. അതാണ് നൗഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നൗഷാദ് തിരിച്ചു വന്നത്, ഇപ്പം നൗഷാദിൻ്റെ ഇന്ന് തന്നെ ഒരു 50ഓളം കുട്ടികൾ നിറഞ്ഞ മനസ്സുമായിട്ട് പുസ്തക കിറ്റുമായിട്ട് ഇറങ്ങിപ്പോയി. എല്ലാ ദിവസവും ചിലരെങ്കിലും, അർഹതപ്പെട്ട ഒരാളെങ്കിലും ഈ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ദൈവത്തോട് നന്ദി പറയും, എനിക്ക് അന്നം തന്നല്ലോ എന്ന് നന്ദി പറയും. അപ്പോൾ അത്തരം പ്രാർത്ഥനകൾ, 100 കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകളാണ് ഈ മനുഷ്യനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഈ മനുഷ്യൻ്റെ രോഗാവസ്ഥയിലാണെന്ന് അറിഞ്ഞ് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 3 മാസം ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാലാവധി. ഏകദേശം ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം ഇദ്ദേഹം ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് കരുതിയ സമയത്താണ് നൗഷാദ് ഇങ്ങനെ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും നൗഷാദ് സഹായിച്ച, നൗഷാദിൻ്റെ കരങ്ങൾ കൊണ്ട് ഒരു നേരത്തെ വിശപ്പടക്കിയ, നൗഷാദ് കൊണ്ടുവരുന്ന പലചരക്ക് കിറ്റ് കൊണ്ടുപോയി ഒരു നേരം കഞ്ഞി വെച്ച് കുടിച്ച, നൗഷാദിൻ്റെ സഹായം കൊണ്ട് പഠിച്ച് ഉന്നത തലങ്ങളിൽ വരെ എത്തിയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് നൗഷാദ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നൗഷാദിൻ്റെ കൂടുതൽ നൗഷാദിനെ ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലും, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും, ഈ ഒരു രോഗാവസ്ഥയിലും നൗഷാദ് ഇത്രയും കുട്ടികളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നതിൽ നൗഷാദിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. എന്തായാലും നൗഷാദ് പൂർണ്ണ ആരോഗ്യത്തിലൂടി ഇനിയും നമ്മുടെ നാട്ടിൽ അധിക കാലം ജീവിച്ചിരുന്ന് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കും വിശപ്പിന് പരിഹാരമായും എല്ലാം സഹായകരമായിട്ടാണ് ആശംസിക്കുന്നു. നൗഷാദിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു.